ആ പ്രസിഡന്റെ പറയും. അതെ, എന്നെ അഭിനന്ദിച്ചുകൊണ്ടായില്ല. നിങ്ങളുടെ പഞ്ചായത്തിലും ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. അങ്ങനെയൊക്കെ ചെയ്തു നോക്ക്. അതെ, 5 പേരുടെ 5 പേരുടെ വിവാഹമാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇപ്പോൾ ഒരു 3-4 എൻക്വയറീസ് നമുക്ക് വന്നിട്ടുമുണ്ട്. എന്തായാലും ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ ഒരു സംഗതി നടപ്പിലാക്കാൻ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യം. ഇനി വേറൊരു കാര്യം പറയട്ടെ. നിങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് എൻക്വയറീസ് വന്നിട്ടുണ്ട് കേട്ടോ. അതാണ് പറയണേ, നിങ്ങളുടെ പഞ്ചായത്തിലുള്ളത് നിങ്ങൾ അവിടെ ചെയ്യേ. അങ്ങനെ ഇത് കേരളം ഒട്ടാകെ വ്യാപിക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇല്ലെന്ന് ഞാനൊരു തുടക്കക്കാരനായി, അത്രയല്ലേ ഉള്ളൂ. ശരി ശരി. ഓക്കെ 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 ഓക്കെ. വരൂ സാറേ. മാംഗല്യ പദ്ധതി നടപ്പിലാക്കിയത് ഒരുപാട് സന്തോഷമുണ്ട് സാറേ. ഒരുപാട് സ്നേഹമുണ്ട്. ഞാൻ എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത് സാറേ? ഒരു 50 തേങ്ങ എട്ട വീട്ടിലേക്ക് പൂർണ്ണമാണ്. എന്താ നിങ്ങളുടെ പേരെന്താ സാറേ? ഒരു ചെറിയ പ്രതിഷേധം കൂടി ഉണ്ട്, അതും കൂടെ അറിയിക്കാനാണ്. നിങ്ങളുടെ പേരെന്താ? ഉണ്ണി. ഏതാ വാർഡ്? ഞാൻ 10. സാർ, എന്റെ പേര് മൊയ്തു. ഞാൻ ഉണ്ണിന്റെ കുട്ടിയാരനാണ്, അയൽവാസിയാണ്. 10ാം വാർഡിനെ. എന്റെ പ്രതിഷേധം എന്താന്ന് വെച്ചാലേ, ഇപ്പൊ ഈ പദ്ധതികൾ മുഴുവൻ നടപ്പിലാക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയാണല്ലോ, പുരുഷന്മാർക്ക് വേണ്ടി ഒന്നും നടപ്പിലാക്കുന്നുള്ള പരാതിയാണ്. എന്താണ് സാറേ ഉള്ളത്? പുരുഷന്മാരും കൂടെ പരിഗണിക്കണം. നമ്മളൊരു ബസ് കയറിയാൽ അവിടെ സ്ത്രീകൾക്ക് പ്രത്യേക സീറ്റ്, കുഴപ്പമില്ല, അതിലൊന്നും ഒരു പരാതിയില്ല. ഇനി ട്രെയിനിൽ പോവാ, ഒരു കമ്പാർട്ട്മെന്റ് മൊത്തം അവർക്കാണ്. എങ്ങനെയെങ്കിലും നമ്മളെ ഒന്ന് പരിഗണിക്കണ്ടേ സാർ ഈ സമയത്ത്? എന്താ യാത്രാ പ്രശ്നം? യാത്രാ പ്രശ്നമല്ല സാർ, അവന്റെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഇവന് 40 വയസ്സായി, ഇതുവരെ കല്യാണം കഴിഞ്ഞില്ല. അപ്പൊ അത് പറയണ്ടേ? പറയാ. അപ്പൊ അതിന്റെ സങ്കടം ഇതൊക്കെ ഞാൻ പറയാം. അതിന്റെ സങ്കടം എന്താ വെച്ചാലേ, ഇപ്പൊ ഞാനിവന്റെ കൂടെ പഠിച്ച, എന്റെ കല്യാണം കഴിഞ്ഞ് എനിക്ക് 2 കുട്ടികളായി. ഇവൻ തേങ്ങൽക്കാരനാ, തേങ്ങവലിയാണ്. അപ്പോ നല്ല ചെക്കനാണ്. പക്ഷെ എന്താ ചെയ്യാ, 10-50 പെണ്ണുങ്ങളായി പോയി കാണും, ഒരു പെണ്ണും ശരിയാവുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു പദ്ധതി വന്നു പറഞ്ഞപ്പോ ഒരു പ്രതിഷേധം. ആണുങ്ങൾക്ക് വേണ്ടി പദ്ധതി ഇല്ലല്ലോ എന്നാണ്. ഇതുണ്ടെങ്കില് താലി വാങ്ങിച്ചു വെച്ച എവിടുന്നാണ് ഒരു പെണ്ണിനെ കിട്ടിയ അപ്പ കിട്ടാതെ 5 പൗണ്ട് താലി വാങ്ങിച്ചു വെച്ചിരിക്കാം. അത് ഉണ്ണി സാറേ, നിങ്ങൾ സത്യത്തില് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അതായത് നമ്മളിപ്പോ ഇവിടെ പഞ്ചായത്ത് മുൻകൈയെടുത്ത് കല്യാണം നടത്തിയത് 5 പേരുടെയാണ്, 5 സ്ത്രീകളുടെയാണ്. അപ്പൊ ഈ 5 സ്ത്രീകൾ കല്യാണം കഴിക്കുന്നത് 5 പുരുഷന്മാരെയാണ്. അപ്പോ ഒരു സ്ത്രീ കല്യാണം കഴിക്കപ്പെടുമ്പോ ഒരു പുരുഷനും കൂടി അതിൽ പങ്കാളിയാവാണ് സാറേ. ഈ പുരുഷൻ അതിൽ പെട്ടില്ലല്ലോ സാറേ. അപ്പൊ അതാണ് വിഷയം. അത് നമുക്ക് കുഴപ്പമില്ല. അത് നമ്മുടെ അടുത്ത് വരുന്ന പദ്ധതികളിൽ നമുക്ക് ഉണ്ണിയുടെ കാര്യവും നമ്മൾ പരിഗണിക്കാന്നല്ല, പരിഗണിച്ചിരിക്കും. സാറേ, റോഡ് നന്നാക്കലും നികുതി പിരിവ് മാത്രമല്ല, ഇതുപോലുള്ള നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച സാറിന് അഭിനന്ദനങ്ങൾ. സാറേ, ഒറ്റ മാത്രമല്ല കേട്ടോ, ഈ നാടിന്റെ മുഴുവൻ അഭിനന്ദനങ്ങൾ. സന്തോഷം സാറേ. സാറേ, ഒരു സംശയം. വീടിന്ന് ഞാൻ കല്യാണം കഴിച്ച സ്ത്രീധനം കിട്ടോ? 5 പൈസ കിട്ടൂല.